ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. 115-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം, അവിടെ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയം ആകുന്നു. അഥവാ ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ സംരക്ഷണത്തിൻ്റെ കവചം, ആ വലയം മുഴുവൻ ദൈവത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ഉണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ ചാർജ് ചെയ്യപ്പെട്ട ഒരു വസ്തുവിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് അഥവാ വൈദ്യുത മണ്ഡലം ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ സ്വർഗീയ ചാർജ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് ചുറ്റും ഒരു സ്വർഗീയ മണ്ഡലം ഉണ്ടായിരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ സ്വർഗീയ മണ്ഡലം സൂക്ഷിക്കുമെങ്കിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് അവിടുന്ന് നമ്മെ എപ്പോഴും സഹായിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ആ കാന്തിക വലയത്തിൽ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ദൈവം തന്നെയാണ് അവൻ്റെ ചുറ്റും പരിചയായി, അല്ലെങ്കിൽ ആ കാന്തിക വലയം പോലെ അവനെ സംരക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ അവൻ്റെ സംരക്ഷണം കൊണ്ടോ അവൻ്റേതായ ഒരു മണ്ഡലത്തിൽ നിന്നതുകൊണ്ടോ അവന് രക്ഷപ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. ഓരോ ദിവസവും എത്രയോ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ആ സ്കൂളുകളിൽ നിന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ മേൽ ലോറി മറിഞ്ഞു വീണ് ആ 5 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ 4 കുഞ്ഞുങ്ങൾ നിമിഷ നേരം കൊണ്ട് അവര് മരണപ്പെടുവാനായിട്ട് ഇടയായി. ഓരോ ദിവസവും അതുപോലുള്ളതായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ഒരു വ്യക്തിയെ അടുത്ത നിമിഷം കാണുന്നില്ല. പൊട്ടിത്തെറിച്ചു പോകുന്നത് പോലെ തകർന്ന തരിപ്പണമാകും. ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ അടുത്ത നിമിഷം കേൾക്കുന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്, കരളലിയിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പ്രകൃതി ദുരന്തങ്ങൾ, ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും കാണുകയും അനേകർ ഈ ലോകം വിട്ട് ഞെട്ടിച്ചുകൊണ്ട് കടന്നു പോകുന്ന സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വളരെ ദുഃഖമുണ്ട്, വേദനയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ എത്ര സംരക്ഷിച്ചാലും സംരക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ ദൈവകരങ്ങളിലാണ് നമ്മുടെ സംരക്ഷണമെങ്കിൽ നിശ്ചയമായിട്ടും അവിടുന്ന് ഒരു കാന്തിക വലയം പോലെ നമ്മെ സംരക്ഷിച്ച് മുൻപോട്ട് വഴി നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് അവിടുത്തെ വചനം ദൈവം നമുക്ക് മാർഗനിർദ്ദേശമായിട്ട് തന്നിട്ടുണ്ട്. ആ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കാന്തിക വലയത്തോട് ചേർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്കിടയായി തീരട്ടെ. ആ ദൈവകരങ്ങളിൽ നമ്മെ ഒന്നുകൂടി നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനാം യേശുവിന്റെ കൂടെയുണ്ടല്ലോ. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. കൂടെയുണ്ടല്ലോ, യേശുണ്ടല്ലോ, എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് ആർത്തുപാടിടാം. കൂടെയുണ്ടല്ലോ, യേശുണ്ടല്ലോ, എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് ആർത്തുപാടിടാം. ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനാം യേശുവിന്റെ കൂടെയുണ്ടല്ലോ. ഇരുൾ നിറയും യാത്രയിൽ ദിശ
ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. കൂടെയുണ്ടല്ലോ യേശുണ്ടല്ലോ എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് ആർത്തു പാടിടാം. കൂടെയുണ്ടല്ലോ യേശുണ്ടല്ലോ എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് ആർത്തു പാടിടാം.